ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് എത്ര ഹൈറ്റാണ് ഒരു വീടിന് വരേണ്ടത്, ആ ലിൻഡലിൻ്റെ താഴേക്ക് എത്ര ഹൈറ്റാണ്, ലിൻഡലിൻ്റെ മുകളിലേക്ക് എത്ര ഹൈറ്റാണ് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ചെങ്കല്ലിൻ്റെ വീട് വെച്ചിട്ടാണ്, ചെങ്കല്ലിൻ്റെ കല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ 7 അടി ഹൈറ്റ് വരുന്നത് നമ്മുടെ ജനലിൽ, അതായത് നമ്മുടെ കട്ടിളപ്പടിയും കാര്യങ്ങളൊക്കെ വരുന്നത് 210 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ 210 സെൻറ്റിമീറ്ററിൽ നമ്മൾ വരുന്ന കല്ലുകളുടെ എണ്ണവും നോക്കാം. 1 2 3 4 5 6 7 8 9 10 പുള്ളി വരുന്നില്ല. 10ന് പകരമായിട്ട് ഒരു ഹാഫ് പോർഷനായിട്ട് വരുമ്പോഴാണ് 210 സെൻറ്റിമീറ്റർ വരുന്നത്. അതായത് 7 അടി എന്നാണ് പറയുന്നത് നമ്മുടെ കട്ടിളപ്പടിയുടെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ലിൻഡിൽ കാര്യങ്ങൾ വാർത്ത് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ 9 കല്ലും പിന്നെ പകുതി മതി. 9.5 കല്ലാണ് നമ്മൾ സാധാരണ വരുന്നത്. സാധാരണ ചെങ്കല്ലിന് വരുന്ന 9.5 കല്ലാണ് നമ്മൾ വെച്ച് പണിയുന്നത്. ഇനി നമ്മളത് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ മുകളിലാണ് ലിൻഡിൽ വരുന്നത്. ലിൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ 210 സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 4-5 കട്ടയോടെയും എക്സ്ട്രാ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആദ്യമേയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കല്ല് വന്നുകൊണ്ടിരുന്നത് 10 ഇഞ്ചാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് പണ്ടത്തെ കല്ലുകളൊക്കെ 10 ഇഞ്ചാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത്രയും എണ്ണം പോലും നമുക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ചെങ്കല്ല് വെച്ച് പണിയുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂളിംഗ് ആയിരിക്കും, വീടിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 8 ഇഞ്ച് ഇപ്പോൾ അത് വീതി വരുന്നു. ഇതിൻ്റെ കനം ഒന്ന് നോക്കാം. 8 ഇഞ്ച് തന്നെ വരുന്നത്. കനവും അതുപോലെ തന്നെ 8 ഇഞ്ചാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരടിയാണ്. എൻ്റെ കനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, 8 ഇഞ്ച്. പക്ഷേ ഈ 8 ഇഞ്ച് വന്നെങ്കിലും നമുക്കതിൻ്റെ വീതി വന്നുകൊണ്ടിരുന്നത്, അതായത് ഭിത്തിയുടെ കനം വന്നുകൊണ്ടിരുന്നത് 10 ഇഞ്ചാണ് വന്നുകൊണ്ടിരുന്നത്. പണ്ടത്തെ കല്ലുകളെല്ലാം തന്നെ 10 ഇഞ്ചാണ് വന്നത്. ഇപ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നീളം വീതിയും കാര്യങ്ങളും ജസ്റ്റ് ഒരു കല്ലിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. നോർമൽ ലെവലിൽ ഇപ്പോൾ വരുന്ന കല്ലുകൾ ഇങ്ങനെയാണ്. പക്ഷേ എന്നാലും സ്ട്രോങ് ആണ്. നമ്മൾ സാധാരണ സോളിഡ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ്. നമുക്ക് ഈ ചെങ്കല്ല് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ചെങ്കല്ല് വെച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 8 ഇഞ്ച് വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കനം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ കണ്ടോ, 8 ഇഞ്ച് തന്നെയാണ് വന്നത്. പണ്ട് ആണെങ്കിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. 8 ഇഞ്ച് 8 പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ 8 ഇഞ്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളം നോക്കാം. 32 സെൻറ്റിമീറ്ററാണ് വന്നത്. ഒരടി എന്നാണ് പറയുന്നത്, പക്ഷേ 32 സെൻറ്റിമീറ്ററാണ് നമുക്ക് കല്ല് വന്നിരിക്കുന്നത്. 32 സെൻറ്റിമീറ്റർ, 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് കനം, 8 ഇഞ്ച് വീതി, 32 സെൻറ്റിമീറ്റർ. അതായത് 1.1 എന്ന് പറയാൻ പറ്റില്ല, 1 സംതിങ് ആണ് അതിൻ്റെ നീളം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ചെങ്കല്ല് വെച്ച് പണിയുന്ന സമയത്ത് നല്ല കൂളിംഗ് ആയിരിക്കും വീടിൻ്റെ അകത്ത് വരുന്നത്. എപ്പോഴും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ചെങ്കല്ലുള്ളതുകൊണ്ട് യൂസ് ചെയ്യാം. സോളിഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, സിമെൻറ്റ് കട്ട ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചൂട് കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലിൻഡിൽ ചെയ്തു. ലിൻഡിൽ വരുന്ന നോർമൽ ലെവലിൽ വരുന്ന 4 ഇഞ്ച് ചെയ്യാറുണ്ട്. നോർമൽ ലെവലിൽ വരുന്നത് 4 ഇഞ്ചാണ് ലിൻഡിലിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ കനം വരാറുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 3 കല്ല് അല്ലെങ്കിൽ 4 കല്ല് മാക്സിമം പോയിക്കഴിഞ്ഞാൽ നമുക്ക് 4 കല്ലിന്, അതായത് 11 അടി നമുക്ക് വീടിൻ്റെ ടോട്ടൽ ഹൈറ്റ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 4 കല്ല് വെച്ച് ചെയ്യാം. ഇനി അതല്ല, നോർമൽ ലെവലിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 കല്ല് വെച്ചിട്ടാണെങ്കിലും മുകളിലേക്ക് 3 കല്ല് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടോപ്പിൽ വാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ ടോട്ടൽ ഹൈറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വീടിൻ്റെ ഹൈറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ടോട്ടൽ ഒരു റൂമിന് വേണ്ട കല്ലുകൾ എത്രയാണ്, അതിലൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ഏകദേശം കല്ലുകൾ എത്ര വരും എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കണം. അതുമാത്രമല്ല, വീടുകളായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരാൻ പോകുന്നുണ്ട്. ഒരു മോഡ്യൂൾ എന്ന രീതിയിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ വീടിനായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഇലക്ട്രിക് വയറിങ് മാത്രമല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കാണുന്നവരല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.